വെൽക്കം ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി ട്രിവാൻഡ്രത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ 326 മുതൽ 355 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഈ സെക്ഷനിൽ 30 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. When administering mouth care to an unconscious client, the nurse would place the client to which position? അപ്പൊ ഇവിടുത്തെ കീവേഡ് അൺകോൺഷ്യസ് ക്ലയന്റിന് മൗത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അറിഞ്ഞിരിക്കണം, കോൺഷ്യസ് ക്ലയന്റ് ഉണ്ട്, അൺകോൺഷ്യസ് ക്ലയന്റ് ഉണ്ട്. കോൺഷ്യസ് ക്ലയന്റിനെ സെമി ഫൗളൈസ് പൊസിഷനിൽ ഇരുത്തിക്കൊണ്ടും, അതായത് സിക്ക് ആയിട്ടുള്ള കോൺഷ്യസ് ക്ലയന്റ് കേട്ടോ. ഇനി അൺകോൺഷ്യസ് പേഷ്യന്റിന് സൈഡ് ലൈൻ പൊസിഷനിലാണ് കൊടുക്കുന്ന ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് സൈഡ് ലൈൻ പൊസിഷൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which data should the nurse review the most accurately assess the client protein stores? അപ്പം ബോഡിയിൽ പ്രോട്ടീൻ കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യുന്നത് ഏതാണ്? പ്ലാസ്മ ആൽബുമിനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം പഠിപ്പിച്ചു. ആൽബുമിൻ ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ, ക്ലിനിക്കൽ ഇൻഡിക്കേറ്റർ ഫോർ പ്രോട്ടീൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ വീണ്ടും നേരത്തെ ഇതിന്റെ ഒരു ആപ്ലിക്കേറ്റ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. അപ്പൊ മോസ്റ്റ് ആക്യുറേറ്റ്ലി അസസ് ക്ലയന്റ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മ ആൽബുമിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോരാം. The nurse perform a range of motion exercise on immobile client to avoid which complication associated with the immobility? അപ്പൊ ഇവിടുത്തെ കീവേഡ് ഇമ്മൊബൈൽ ക്ലയന്റ്. അപ്പൊ ഇമ്മൊബിൽ ആയിട്ടുള്ള ക്ലയന്റ് ഇമ്മൊബിലായി കടന്നു കഴിഞ്ഞാൽ ലെഗിലെയും അല്ലെ എക്സ്ട്രിമിറ്റീസിലെയൊക്കെ മസിൽസ് എന്താവും? ഷോർട്ട് ആവും, അട്രോപ്പി ആവും. അല്ലെ, അട്രോപ്പി ആയി ഷോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം മൂവ്മെന്റ് കൃത്യമായിട്ട് വരത്തില്ല. അവിടെ കൺട്രാക്ചർ എന്ന് പറഞ്ഞുള്ള പ്രോബ്ലം വരും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് കൺട്രാക്ചർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഡോക്ടർ എ പി ജി നഴ്സിംഗ് അക്കാഡമി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചോളൂ. Which nursing intervention should receive priority when caring for an immobile client? അപ്പോൾ ഇമ്മൊബിലൈസ് ആയിട്ടുള്ള ക്ലയന്റ് വാർഡിലുണ്ട്, ഐ സിയിലുണ്ട് അല്ലെ. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരെ എവരി 2 hours വെച്ച് ടേൺ ചെയ്യണം. സാധാരണ ചോദിക്കാറുള്ള എയിംസിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ പ്രയോറിറ്റി ടേണിംഗ് ആണ്, പ്രിവെന്റ് ബെഡ് സോർ. നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി ട്രിവാൻഡ്രം, കേരള. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Which of these nursing intervention would be most appropriate when monitoring an elderly client taking milk of magnesia for the treatment of constipation? അപ്പം മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഫോമിങ് ലാക്സേറ്റീവ് ആണ്. ബൾക്ക് സ്റ്റൂള് പ്രിവെന്റ് ചെയ്യാനാണ് സാധാരണ മിൽക്ക് ഓഫ് മഗ്നീഷ്യ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കണം, ഇതിൽ മഗ്നീഷ്യം കൂടും, ഹൈപ്പർ മഗ്നീഷ്യം ഉണ്ടാവും. അത് ഗട്ടിൽ ഓസ്മോട്ടിക് പ്രോബ്ലം ഉണ്ടാക്കും. അത് കാരണം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും കേട്ടോ. ഓസ്മോട്ടിക് ചേഞ്ചസ് ഗട്ടിൽ ഉണ്ടാക്കുന്ന മെഡിസിൻ ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം. ഓസ്മോട്ടിക് ചേഞ്ചസ് വന്നാൽ വാട്ടർ ഇലക്ട്രോലൈറ്റ് ലോസ് ഉണ്ടാവും ബൾക്ക് ഫോമിങ് സ്റ്റൂളിന്റെ കൂടെ. അപ്പം അസസ് സിറം ഇലക്ട്രോലൈറ്റ് ലെവലാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. When obtaining a health history from a client with a history of liver disease, which new complaint would the nurse recognize as most pertinent? അപ്പൊ ഹിസ്റ്ററി ഓഫ് ലിവർ ഡിസീസ്, അപ്പൊ ലിവർ അസുഖമുണ്ട്, ജോണ്ടിസ് ആവാം അല്ലെ, എന്തെങ്കിലും ലിവർ ഹെപ്പറ്റൈറ്റിസ് ആവാം, അസുഖമുണ്ട്.
അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ലിവർ എൻലാർജ് ആവും, ഹെപ്പറ്റോമെഗാലിയ. സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിനെ എല്ലാം ബ്ലോക്ക് ചെയ്യും അല്ലെ. ബ്ലോക്ക് ചെയ്യുന്ന മെയിൻ ആയിട്ട് എന്താണ്, ബൈൽ ഡക്റ്റിനെ ബ്ലോക്ക് ചെയ്യും. ബൈല് എന്ത് ചെയ്യത്തില്ല, ഡിയോഡിനത്തിൽ എത്തിച്ചേരത്തില്ല. എത്തിച്ചേർന്നില്ലെങ്കിൽ അവിടെ ഫാറ്റ് ഡൈജഷൻ നടക്കത്തില്ല. ഫാറ്റ് ഫീസസിലൂടെ ലോസ് ആവും. ക്ലേ കള്ളേഡ് സ്റ്റൂൾ. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A client urine output is 450 ml in 24 hours. Which term could the nurse uses when documenting about the client urinary elimination status? നല്ലൊരു ക്വസ്റ്റ്യൻ. 500 ml within 24 hours counted as oliguria. Less than 100 ml is counted as anuria. Difficult urination is dysuria. Nocturia is night urination. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. കറക്റ്റ് ആൻസർ ഇസ് oliguria. നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Nurse is providing care of a client who is receiving digoxin lanoxin. Which of the following symptoms should the nurse recognize as digoxin toxicity? അപ്പൊ ഡിജോക്സിൻ ടോക്സിറ്റി വന്നാൽ ആദ്യം വരുന്ന പ്രോബ്ലം അനറക്സിയ, നോസിയ, വോമിറ്റിംഗ്. നെക്സ്റ്റ് വരുന്ന വിഷ്വൽ ഡിസ്റ്റർബൻസ്. ഓർത്തോണം. ഫസ്റ്റ് അനറക്സിയ, നോസിയ, വോമിറ്റിംഗ്. വോമിറ്റിംഗ് ചെയ്ത് തളർന്നു കഴിയുമ്പോൾ അവിടെ വിഷ്വൽ ഡിസ്റ്റർബൻസ് വരും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് വിഷ്വൽ ഡിസ്റ്റർബൻസ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. A client come to the clinic complain of unexplained black and blues and bloody appearance in the urine. Which type of medication is most important to find out if the client taking? അപ്പം unexplained black, blue, bloody urine is indicate that patient have on anticoagulant. അപ്പൊ ആന്റികോയാഗുലന്റ് യൂസ് ചെയ്താൽ ബ്ലീഡിങ് വരും. റിസ്ക് ഫോർ ബ്ലീഡിങ് ആണ്. അപ്പം ബ്ലീഡിങ് റീനൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് എന്ത് വരും? ബ്ലാക്ക്, ബ്ലൂ, ബ്ലഡി കളർ യൂറിൻ വരും കേട്ടോ. യൂറിനില് ബ്ലഡ് വന്നാലും ബ്ലാക്ക് കളർ ആവാറുണ്ട്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ, അറിഞ്ഞിരിക്കുക. ആന്റികോയാഗുലന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Bulk forming laxative should be always taken with 30 ml orange juice, 45 ml milk, 4 ounce any liquid, 240 to 300 ml of water or juice. Bulk forming laxatives generally taken with 240 to 300 ml of water. വാട്ടർ ആഡ് ചെയ്ത് വേണം ബൾക്ക് ഫോമിംഗ് ലാക്സേറ്റീവ്സ് എടുക്കാൻ. അതാണ് ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കേണ്ടത്. വിത്ത് വാട്ടർ ഓർ ജ്യൂസ് ആയിട്ട് ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം കുടിച്ചിട്ട് വേണം ബൾക്ക് ഫോമിംഗ് ആയിട്ടുള്ള ലാക്സേറ്റീവ്സ് എടുക്കാനാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്ലയന്റ് ടീച്ചിങ് റിഗാർഡിംഗ് ലോങ് ടൈം കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി ഷുഡ് ഇൻക്ലൂഡ്. അപ്പൊ കോർട്ടിക്കോസ്റ്റീറോയിഡ് അല്ലെ ഗ്ലൂക്കോ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എടുക്കുകയാണ്. അത് സ്റ്റീറോയിഡ്സ് ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പം അവിടെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് പീരിയോഡിക് ബ്ലഡ് ഗ്ലൂക്കോസ് അസസ്മെന്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Nurse receive a medication order with no route specified. What is the best action by the nurse? അപ്പോൾ ഒരു റൂട്ടും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ തിരിച്ച് ഡോക്ടറെ വിളിച്ച് ചോദിക്കുക ഏത് റൂട്ടിലാണ് മെഡിസിൻ കൊടുക്കേണ്ടത്. കോൾ ദ ഫിസിഷ്യൻ ആൻഡ് ക്ലാരിഫൈ ദ ഓർഡർ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലോട്ട് പോകാം. When administering an intramuscular injection to a client with 5 feet 6 inch, weight of 11,118 lb, which of the following needle should be nurse suspect? ഇവിടെ ആൻസർ വരുന്നത് 22 gauge in 1 inch ആണ്.
എയിംസിന് ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആൻസർ എഴുതരുത്. കാരണം ഇതിന് നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഉത്തരത്തിൽ എത്തുന്നത്. 5 ഫീറ്റ് ഇൻ 6 ഇഞ്ച് വെയിറ്റ് എടുക്കും. അപ്പം അപ്രോക്സിമേറ്റ്ലി അവിടെ കണക്ക് കൂട്ടിയിട്ട് ആണ് എന്ത് പറയുന്ന നീഡിലിന്റെ ഗോജ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകരുത്, തെറ്റ് വരും കേട്ടോ. ഇപ്പൊ വാർഡിലെ സാധാ പ്രാക്ടീസ് വെച്ചിട്ടല്ല അത് എഴുതേണ്ടത്. അതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഫീറ്റ് അനുസരിച്ച് നീഡിലിന്റെ സൈസുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വരുവാണെങ്കിൽ ദയവ് ചെയ്ത് ആൻസർ ചെയ്യരുത്. മീൻസ് ഇങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 5 ഫീറ്റ് 6 ഇഞ്ച് ടോള് വെയിറ്റ് 118 LB ഉള്ളവർക്ക് ഏത് നീഡിലാണെന്ന് ചോദിച്ചാൽ അത് എഴുതാം കേട്ടോ. അപ്പം അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന നീഡിലാണെങ്കിലും അവിടെ ആൻസർ ചെയ്യാവുള്ളൂ. ഇത് ചെയ്യരുത്. കാരണം ഇത് നല്ല രീതിയിൽ ഇതിന്റെ പിന്നിൽ കാൽക്കുലേഷൻസ് ഉണ്ട്. അത് വെച്ചാണ് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ട് ഈ ഉത്തരത്തിൽ എത്തുന്നത് കേട്ടോ. അപ്പം അത് സ്കിപ്പ് ചെയ്യുക. ഞാൻ വീണ്ടും അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. Which question should be asked of young adult female for whom penciling has been ordered? അപ്പം ഇവിടെ കീവേഡ് യങ് അഡൽട്ട് ഫീമെയിൽ. പെൻസിലിൻ ഓർഡർ ചെയ്താൽ അവിടെ ചോദിക്കേണ്ടത് പെൻസിലിൻ ഫീമെയിൽ, യങ് ഫീമെയിൽ പ്രഗ്നന്റ് ആണെങ്കിൽ പെൻസിലിൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടെറാട്ടോജെനിക്സ് ഇത് വരും അല്ലെ. അപ്പം അവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡു യു ടേക്ക് ബർത്ത് കൺട്രോൾ പിൽസ് കേട്ടോ. അപ്പം ആ ഒരു കാര്യമാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The nurse is preparing to administer morphine sulfate to the client for complaining of post-operative pain. The most important nursing assessment to perform prior administering the medication would be. അപ്പൊ മോർഫിൻ ആണ് ഇവിടെ കീവേഡ്. മോർഫിൻ സൾഫേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് രണ്ടെണ്ണമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റും പ്രയോറിറ്റിയും റെസ്പിറേറ്ററി റേറ്റും പാറ്റേണും ചേഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ ലെസ് ആവും. അത് ഒന്നാമത്. രണ്ടാമത് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ സ്പിഞ്ചറോഡി കൺട്രാക്ഷൻ നടക്കത്തില്ല, പാങ്ക്രിയാറ്റിക് എൻസൈംസുകളൊന്നും റിലീസ് ആവത്തില്ല. അങ്ങനെയും കുറെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം രണ്ട് കാര്യങ്ങൾ മോർഫിൻ കാരണം പ്രോബ്ലം വരും, പാങ്ക്രിയറ്റൈറ്റിസും റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. Which of the following examination requires serum sample and 24 hours urine sample? അറിഞ്ഞിരിക്കണം, ഇവിടെ കീവേഡ് സിറം സാമ്പിളും 24 hours യൂറിനും സാമ്പിളും വേണ്ടുന്നത് ഏത് ടെസ്റ്റിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് ക്രിയാറ്റിൻ ക്ലിയറൻസിനാണ്. അപ്പൊ ക്രിയാറ്റിൻ ക്ലിയറൻസിന് ഇന്ന് രാവിലെ 4 മണിക്കാണ് തുടങ്ങിയെങ്കിൽ നാളെ രാവിലെ 4 മണി വരെയുള്ള യൂറിൻ കളക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഉച്ചയ്ക്ക് ഒരു 4 മണി അല്ലെ, ഇന്ന് രാവിലെ 4 മണിക്ക് തുടങ്ങി മറ്റന്നാൾ രാവിലെ നാളെ 4 AM വരെ അല്ലെ, 24 hours. അതിന്റെ ഇടയ്ക്ക് ഒരു 4 PM ഒരു ക്രിയാറ്റിന്റെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും കേട്ടോ. അപ്പൊ മിഡ് പേയിൽ ക്രിയാറ്റിൻ ബ്ലഡ് സിറം ക്രിയാറ്റിൻ അവിടെ ചെക്ക് ചെയ്യും. അപ്പം അത് അറിഞ്ഞിരിക്കണം. ക്രിയാറ്റിൻ ക്ലിയറൻസിന്റെ കൂടെ 2 ടെസ്റ്റ് വരുമെന്ന്. നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A 69 or 9-year-old client with diabetes mellitus type 2 to undergo CT scan using contrast media. What laboratory test should performed prior to the CT scan? അപ്പൊ CT സ്കാൻ എടുക്കുന്നതിന് മുമ്പ് കോൺട്രാസ്റ്റ് വെച്ചുള്ള CT ആണ്. അപ്പം അവിടെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ബൺ ആൻഡ് ക്രിയാറ്റിൻ കേട്ടോ, ബൺ ആൻഡ് ക്രിയാറ്റിൻ. അപ്പൊ പ്രോബ്ലം, അലർജി അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ റീനൽ ഫെയിലിയറിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട്, റീനൽ സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ബൺ ആൻഡ് ക്രിയാറ്റിൻ ചെക്കിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ, സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What test can pregnant woman undergo without concern for causing harm to the fetus?
തന്നിരിക്കുന്നതിൽ ഫീറ്റസിന് ഹാം അല്ലാത്തത് അല്ലെ, വിത്തൗട്ട് കൺസേൺ ഓഫ് കാസിങ് ടീം. ഫീറ്റസിന് ഹാം അല്ലാത്തത് ഒരേ ടെസ്റ്റ് അൾട്രാസൗണ്ട് അല്ലെ, അൾട്രാസൗണ്ട് ടു ദ ഗോൾ ബാഡർ ഒരിക്കലും ഫീറ്റസിന് ഹാം അല്ല. സി ടി ഹാം ആണ്, ചെസ്റ്റ് എക്സ്റേ ഹാം ആണ്, സി ടി അബ്ഡമൻ ഹാം ആണ്. അതുപോലെ തന്നെ MRI വിത്ത് ഹിയറിംഗ് എയ്ഡോടാണെങ്കിൽ ഓക്കെ, ഹിയറിംഗ് എയ്ഡ് ഇല്ലാതെ ആണെങ്കിൽ അതും പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്തോണം. നെക്സ്റ്റിലോട്ട് പോവാം, നെക്സ്റ്റ് ടെസ്റ്റിലോട്ട് പോവാം, സോറി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ടെസ്റ്റ് administered to a healthy 23-year-old nurse who is stating employment at a local hospital. Which of the following measurement would consider as positive reading for this individual? പഠിപ്പിച്ചു. ഹെൽത്ത് കെയർ വർക്കറിന് ഓൾവേസ് പോസിറ്റീവ് 10 mm ഇൻഡുറേഷൻ കേട്ടോ, 10 mm ഇൻഡുറേഷൻ ആണ് ഹെൽത്ത് കെയർ വർക്കറിന് പോസിറ്റീവ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നു. എല്ലാം ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 5, 10, 15. ഓക്കെ, അതിന്റെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും എല്ലാം നോട്ട്സിലുണ്ട്, നോക്കിക്കോണം. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നു. Which of the following procedure would be contraindicated in a client with bleeding disorder? ബ്ലീഡിംഗ് ഡിസോർഡർ പ്രോബ്ലം ഉള്ള പേഷ്യന്റിന് എന്ത് പ്രൊസീജിയർ ആണ് കോൺട്രാഇൻഡിക്കേറ്റഡ്? ഏറ്റവും കൂടുതൽ ബ്ലഡ് സപ്ലൈ വരുന്ന പാർട്ട് ലിവർ അല്ലെ, ലിവർ ബയോപ്സി ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതിലോട്ട് പോകും. A pregnant client undergoing non-stress test. Which of the following would be considered as non-reactive test? അപ്പം പഠിപ്പിച്ചു. non-stress test. ഫീറ്റസിന്റെ ഹാർട്ട് റേറ്റ് അസസ് ചെയ്യാൻ വേണ്ടി ഫീറ്റസിനെ ശല്യപ്പെടുത്താതെ മദറിന്റെ കയ്യിൽ ഒരു പ്രോബ് കൊടുത്ത് എപ്പോഴാണോ കുട്ടി ഉണരുന്നത് ആ സമയത്ത് മാത്രം പ്രോബ് എടുക്കുകയും ഉണരുന്ന സമയത്ത് ചെറുതായിട്ട് ഹാർട്ട് റേറ്റ് റൈസ് ചെയ്യുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ റിയാക്റ്റീവ് ആണ്. അപ്പം പറഞ്ഞു. അപ്പം എപ്പോഴാണോ ബേബി ഉണരുന്ന അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. അപ്പം ദർ ഈസ് നോ ഫീറ്റൽ മൂവ്മെന്റ് ഇൻ 40 minutes. അപ്പം അതാണ് മിനിമം. വിത്ത് 40 minutes അങ്ങനെ ഇത് പറയുന്നില്ല അല്ലെ, ദർ ഈസ് നോ ഫീറ്റൽ മൂവ്മെന്റ് ഇൻ ഫസ്റ്റ് 40 minutes. അപ്പം അതാണ് അവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Which of the following findings from urine analysis would most likely indicate renal dysfunction? റീനൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആൽബുമിനൂറിയ ആണ് അല്ലെ, പ്രോട്ടീൻ യൂറിയ ആണെങ്കിൽ റീനൽ ഡിസ്ഫങ്ഷൻ ആണ്. സാധാരണ പ്രോട്ടീൻ അങ്ങനെ യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ പോസിറ്റീവ് പ്രോട്ടീൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. റീനൽ ഡിസ്ഫങ്ഷൻ പോസിറ്റീവ് പ്രോട്ടീൻ. നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. Which of the following is the most accurate method of determining proper placement of nasogastric tube? NG ട്യൂബ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പല ടെസ്റ്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൺഫർമേറ്ററി ടെസ്റ്റ് എന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. പ്രോപ്പർ പ്ലേസ്മെന്റ് ഓഫ് നാസ്ട്രോഗാസ്ട്രിക് ട്യൂബ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഒബ്റ്റൈനിങ് ചെസ്റ്റ് എക്സ്റേ കൺഫർമേഷൻ ആണ് മോസ്റ്റ് ആക്യുറേറ്റ്. നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. A client is undergo 3 tests: upper GI series, lower GI series, and renal ultrasound. In what order should these tests performed? അപ്പം പറയുന്നു, ഫസ്റ്റ് ചെയ്യേണ്ടത് റീനൽ അൾട്രാസൗണ്ട് ചെയ്യണം, അതിനുശേഷം ലോവർ GI ചെയ്യണം, ലോവർ GI കഴിഞ്ഞിട്ടേ അപ്പർ GI ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് അതിന്റെ ഓർഡർ. റീനൽ അൾട്രാസൗണ്ട്, ദെൻ ലോവർ GI സീരീസ്, ദെൻ അപ്പർ GI സീരീസ്. നല്ലൊരു ക്വസ്റ്റ്യൻ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് പോകുന്നു.
colonoscopy contraindicated for which of the following procedure? അക്യൂട്ട് ഡൈവർട്ടിക്കുലൈറ്റിസ് കൊളോണോസ്കോപ്പി ഇൻഫ്ലൈമഡ് ആയിട്ടുള്ള കോളനിൽ അപ്ലൈ ചെയ്യത്തില്ല. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. അക്യൂട്ട് ഡൈവർട്ടിക്കുലൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോന്നു. "32-year-old healthy female whose maternal grandmother had a breast cancer at the age of 45. According to American Cancer Society, she should be begin at screening at the age." അപ്പൊ 45 വയസ്സിൽ അമ്മൂമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, റിസ്ക് ഉള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 35 ഇയേഴ്സിൽ ഫീമെയില്, ഹെൽത്തി ഫീമെയില് ആയ മോള് എന്ത് ചെയ്യണം? കൊച്ചുമോള് അല്ലെ, കൊച്ചുമോള് എന്ത് ചെയ്യണം? ബ്രസ്റ്റ് സ്ക്രീനിങ് വരും കേട്ടോ. ഷുഡ് ബി ബിഗിനിങ് സ്ക്രീനിങ് അറ്റ് ദ ഏജ് ഓഫ് 35. അപ്പൊ 32-year-old ഹെൽത്തി ഫീമെയിൽ ഹൂസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ. അപ്പൊ ഗ്രാൻഡ് മദറും കഴിഞ്ഞ് അടുത്ത ജനറേഷൻ ആണ് കേട്ടോ, അത് ഓർത്തോണം. 10 ഇയേഴ്സ് ആണ് അവിടെ ബാക്കിലോട്ട് വരേണ്ടത്. 45 ക്യാൻസറിൽ വന്നു, ഗ്രാൻഡ് മദറിന് ക്യാൻസർ വന്നെങ്കിൽ 35 ഇയറിൽ കൊച്ചുമോള് എന്ത് ചെയ്യണം? സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാകും. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതിലോട്ട് പോന്നു. When assessing the progression of ascites, which parameter would the nurse assess? അപ്പൊ അസൈറ്റിസ് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ അറിയണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, അബ്ഡോമിനൽ ഗർത്ത്. അംബിലിക്കസ് ലാൻഡ്മാർക്ക് ചെയ്തുകൊണ്ടാണ് എന്തെടുക്കുന്നത്? അബ്ഡോമിനൽ ഗർത്ത് എടുക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. When taking tympanic temperature of a 2-year-old, how does the nurse position ear to insertion of the probe? അപ്പം ഇയർ ഇൻസ്റ്റിലേഷൻ, ഇയർ ടെമ്പറേച്ചർ എന്തുമായിക്കോട്ടെ, കുഞ്ഞുങ്ങൾ 2 years above, 2 years ആണെങ്കിൽ എല്ലാം ഡൗൺവേർഡ് ആയിരിക്കും. 2 years above ആണെങ്കിൽ എല്ലാം അപ്വേർഡ് ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ, ഡൗൺ, അപ്വേർഡ്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് പുൾ പിന്നെ സ്ട്രെയിറ്റ് ബാക്ക് ആൻഡ് സ്ലൈറ്റ്ലി ഡൗൺ. അപ്പൊ ബാക്കിലോട്ട് എടുത്ത് ഡൗൺ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അഡൽട്ട് ആണെങ്കിൽ പുൾ പിന്നെ ഫോർവേഡ് ആൻഡ് അപ്വേർഡ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർത്തോണം. അപ്പൊ ഇത് മതി അവിടെ ആൻസർ കീ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്നറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. Which instruction would the nurse give to a mother regarding the care of 9-year-old child with fever? നേരത്തെ പറഞ്ഞു ഫീവർ, ന്യൂമോണിയ അല്ലെ, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്തോ ആയിക്കോട്ടെ, ഫീവർ ഉണ്ടോ, മെറ്റബോളിക് ഡിമാൻഡ് കൂടുതലാണ്, റെസ്പിറേഷൻ കൂടുതലാണ്, ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ടക്കികാർഡിയ, ടക്കിപ്നിയ എല്ലാം വരും. മോയ്സ്ചർ ആയിട്ടെല്ലാം ഫ്ലൂയിഡ് ലോസ് വരും. എൻകറേജ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ബിറ്റ്വീൻ 2500 to 3000 ml per day. നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which nursing intervention? Next question. Which nursing intervention is appropriate for a client with increased ICP? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻക്രീസ് ICPയിൽ കീപ് ദ റൂം ഡാർക്കൻഡ് ആയിട്ട് കീപ്, അതായത് സ്റ്റിമുലസ് കുറയ്ക്കണം. അപ്പൊ ഇതില് ആകെ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇതിൽ പൊസിഷൻ സുപ്പൈൻ വിത്ത് ഹെഡ് എലിവേറ്റഡ് അല്ല. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ നെക്ക് പൊസിഷൻ ആണ് കേട്ടോ. ന്യൂട്രൽ നെക്ക് പൊസിഷൻ ആണ് വിത്ത് എലിവേഷൻ ഓഫ് 30 ഡിഗ്രി ഹെഡ് ആൻഡ് എലിവേഷൻ ആണ് വരുന്നത്. ഒരിക്കലും സുപ്പൈൻ പൊസിഷനിൽ കിടത്തിക്കൊണ്ട് 30 ഡിഗ്രി എലിവേറ്റ് ചെയ്യരുത്, അത് റോങ് ആണ്. അവിടെ നെക്ക് ഫ്ലക്ഷൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റിമുലന്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം കീപ് റൂം ഡാർക്കൻഡ് ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോന്നു. ഓക്കെ, നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു.
ക്വസ്റ്റ്യൻസ് 355 വരെയുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് അടുത്ത പാർട്ട് നാളെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പം ഉള്ളത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. പെട്ടെന്ന് നോക്കി നോക്കി പോവാം. ഇനി കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസിലോട്ട് വരുവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതിനുശേഷം പിക്ചർ ക്വസ്റ്റ്യൻസിലോട്ട് വരും. പിക്ചർ വീഡിയോ ക്വസ്റ്റ്യൻസിലോട്ട് എൻഡിലോട്ടേ വരത്തുള്ളൂ. അപ്പം അത് ശ്രദ്ധിച്ചോണം. അപ്പൊ മാക്സിമം ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്ത്